നമസ്കാരം. ആന്റോ മുതലാളിയുടെ പുക കണ്ടേ സ്മൃതി പരുത്തിക്കാട് അടങ്ങൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. FBയിൽ അവർ നിരന്തരം ആന്റോയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കുറിപ്പുകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്നും അവരുടെ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുന്ന ആന്റോ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് സ്മൃതി പരുത്തിക്കാട് ചോദിച്ചിരിക്കുന്നത്. അതായത് കമന്റിൽ കുറച്ചുകൂടെ വിശദമായി ആദ്യത്തെ കമന്റ് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കമന്റിൽ പറയുന്നത്, ഈ ആന്റോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം, ഈ ഒരു പോസ്റ്റിന് അടിയിൽ കമന്റായി രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയുന്ന ബ്ലോഗേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ, അവരിലേക്കൊക്കെ എത്തിക്കണം, അവരെ ടാഗ് ചെയ്യണം എന്നുകൂടെ സ്മൃതി പരുത്തിക്കാട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തോ സ്മൃതിയുടെ മനസ്സിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഈ തുടർച്ചയായി ആന്റോയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആന്റോയെ അവർക്ക് അത്ര പിടിച്ചിട്ടില്ല. അങ്ങനെയാണ് അവരുടെ കുറിപ്പ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ സ്ഥിരമായിട്ട് നമുക്ക് ആന്റോയുടെ മുഖം കാണാൻ കഴിയാറുണ്ട്. ആന്റോ എന്തൊക്കെയോ വിവരക്കേടുകൾ ഇങ്ങനെ ഈ അരുൺകുമാറും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടും ഒക്കെ സംസാരിക്കുമ്പോൾ അതിനൊപ്പം കയറി ഇരുന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ചില ആളുകളുടെയൊക്കെ കമന്റുകൾ വളരെ രസകരമാണ്. അതായത്, ഈ ആന്റോ മുതലാളി ആശുപത്രി വാങ്ങാതിരുന്നത് നന്നായി, ചാനൽ വാങ്ങിച്ചത് കൊണ്ട് അതിൽ വാർത്ത അവതരിപ്പിക്കാനല്ലേ വരുന്നുള്ളൂ, ആശുപത്രി വാങ്ങിച്ചാൽ സർജറിയും അതുപോലെ തന്നെ മരുന്ന് കുറിക്കുന്നതുമൊക്കെ ആന്റോ മുതലാളി ആയിരിക്കും എന്നാണ് ചില കമന്റുകൾ. ആന്റോയുടെ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസം എത്രമാത്രം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ ഇനി അദ്ദേഹം ജേർണലിസ്റ്റ് ആണോ, എന്തായാലും എന്തോ ആവട്ടെ, സ്മൃതി പരുത്തിക്കാടിനെ ആന്റോയെ പിടിച്ചിട്ടില്ല. ആന്റോയുടെ പുക കാണാതെ സ്മൃതി പരുത്തിക്കാട് അടങ്ങുന്ന ലക്ഷണമില്ല. എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. ഇനി ചാനലിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ എഗ്രിമെന്റിൽ, ഇത്ര കാലം ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം എന്നുള്ള വല്ല എഗ്രിമെന്റിലും സ്മൃതി ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇതിൽ നിന്ന് പോകാനും കഴിയുന്നില്ല, ഇവിടെ നിൽക്കാനും കഴിയുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് സ്മൃതി പരുത്തിക്കാട് പോയിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാറാണ് ഈ റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട മറ്റൊരു മുഖം. 24 ഉള്ള സമയത്ത് അരുണിന്റെ പരിപാടികളൊക്കെ സ്ഥിരമായി ഞാൻ കാണാറുണ്ട്. അരുണിനെ സ്ക്രീനിൽ കണ്ടാൽ ചാനൽ മാറ്റി പോകാറില്ല. വളരെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അരുൺ അവതരിപ്പിക്കാറുണ്ട്. അത് കേട്ടിരിക്കാൻ ഒരു രസമാണ്. ഇന്നിപ്പോൾ അരുൺ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ചാനലിൽ മാറ്റി പോകാൻ തോന്നാറുണ്ട്. ഈ ആന്റോ അഗസ്റ്റിനെ സഹിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ PR വർക്കിന്റെ ഭാഗമായി അരുണിനെ ഈ ആന്റോ ഉപയോഗിക്കുന്നതാണോ, ഇതൊന്നും നമുക്കറിയില്ല. അത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ആന്റോയുടെ വഴിയെ തന്നെയാണ് നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് നമുക്ക് അരുണിന്റെ ഭാഗത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും സ്മൃതി പരുത്തിക്കാടിന് സഹി കെട്ടിരിക്കുന്നു. സുജയ പാർവതി അവരുടെ ഒരു ലൈൻ വേറെയാണ്. അവരെന്തായാലും ഇതിൽ നിന്ന് പുറത്തുപോയി ഇപ്പോൾ സുജയ പാർവതി ബിഗ് TVയിലാണ്. പഴയ രീതിയിൽ അത്ര പേരും പ്രശസ്തിയും ഒന്നും ഇപ്പോൾ സുജയ്ക്കില്ല. ആരും കാര്യമായി അങ്ങനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ സ്മൃതിയാണ് കുറച്ചുകൂടെ മെച്ചം എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് കിട്ടിയ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ആ ഒരു ജനങ്ങളുടെ ഒരു അംഗീകാരം പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ സ്മൃതി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സ്മൃതിക്ക് മടുപ്പ് തോന്നിയിട്ടാണോ, ഇനി എന്താണോ അവരുടെ ഉള്ളെന്താണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ആന്റോയുടെ പുക കാണണം എന്നുള്ള ഒരു ആഗ്രഹം സ്മൃതി പരുത്തിക്കാടിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.